സംസ്ഥാന സമ്മേളനം നടക്കുന്ന വർഷം. നമുക്കറിയാം 42ഓളം അംഗീകൃത അധ്യാപക സംഘടനകളും 4ഓളം അംഗീകാരമില്ലാത്ത അധ്യാപക സംഘടനകളും കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ രാജ്യത്തെ മുഴുവൻ അധ്യാപകരെയും ബാധിക്കുന്ന 16 ലക്ഷത്തോളം അധ്യാപകരെ ബാധിക്കുന്ന, അതേപോലെ തന്നെ കേരളത്തിലെ 60,000-ഓളം വരുന്ന അധ്യാപകരെ ബാധിക്കുന്ന ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വലിയ വിഷയം വന്ന സമയത്ത് കേരളത്തിലെ മുഖ്യധാര അധ്യാപക സംഘടനകൾ എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അധ്യാപക സംഘടനകൾ നോക്കുകുത്തികളായി നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. 2025 സെപ്റ്റംബർ 1-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ 2 വർഷം കൊണ്ട് തങ്ങളുടെ സേവനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടുന്ന ഒരു ഗതികളിലായിരുന്നു അധ്യാപക സമൂഹം. അതേപോലെ തന്നെ വിരമിക്കാൻ 5 വർഷം മാത്രം ബാക്കിയുള്ള അധ്യാപകർക്ക് സുപ്രീം കോടതിയുടെ ഒരു കരുണയില് സുപ്രീം കോടതിയുടെ വിധി, അതായത് ജോലി സുരക്ഷ ഒട്ടുമില്ലാത്ത ഒരു സാഹചര്യത്തില് മുഖ്യധാര അധ്യാപക സംഘടനകള് അധ്യാപകരെ നോക്കി കൊഞ്ഞനം കുത്തിയ സമയത്ത് സുപ്രീം കോടതിയുടെ ആ വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ സാധിച്ച ഒരേ ഒരു അധ്യാപക സംഘടന എന്നുള്ള നിലയിൽ, അധ്യാപക പരിഷത്തിന്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടുകൂടി കേരളത്തിലെ അധ്യാപകരെ നേരിടാൻ നമുക്ക് മുദ്രാവാക്യം അധ്യാപനം രാഷ്ട്ര സേവനം, വിദ്യാഭ്യാസം രാഷ്ട്ര പുരോഗതിക്ക് എന്നുള്ള സ്ലോഗനോട് കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കർത്തവ്യത്തിനൊപ്പം അവകാശങ്ങളും ഒരു തൊഴിൽ സംഘടന എന്നുള്ള നിലയ്ക്ക് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. നാളിതുവരെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന, നമുക്ക് കരഗതമായിരുന്ന നിരവധി അവകാശങ്ങൾ ഒന്നൊന്നായി തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ലഭിക്കേണ്ടുന്ന ശമ്പള പരിഷ്കരണ നടപടികൾ അത് വർഷം 1 കഴിഞ്ഞിട്ടും അതിന് തുടക്കം കുറിക്കാൻ പോലും ഈ സർക്കാർ തയ്യാറായി. അതേപോലെ തന്നെ അവകാശ പോരാട്ടത്തിന്റെ മുന്നണിയാളുകളെന്ന് അവകാശപ്പെടുന്ന, തൊഴിലാളി വർഗ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അവകാശപ്പെട്ട DA അത് ജീവനക്കാരന്റെ അവകാശമല്ല എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. അപ്പോൾ അവകാശ പോരാട്ടങ്ങളും തൊഴിലാളി വർഗ സ്നേഹവും ഒക്കെ തേൻ പുരട്ടിയ വെറും മധുരവാക്യങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് അനുഭവമായി മാറുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായ വിഷയങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് കേവലം മൗലികവാദികളുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് മലക്കം പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നമ്മൾ കണ്ടു. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന, ലിംഗസമത്വം എന്ന് പറയുന്ന ഒരാശയം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലുള്ള യൂണിഫോം എന്നുള്ള പദത്തെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ കുട്ടികളുടെ വസ്ത്രത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ച് അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇസ്ലാമിക തീവ്രവാദികളുടെ തിട്ടൂരത്തിന്റെ മറ പിടിച്ച് അതിൽ നിന്ന് പിന്നോക്കം പോയ അവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു. നമുക്കറിയാം, നാളിൽ വരെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന മധ്യവേനൽ അവധിക്കാലം, മിഡ് സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത്, വേനൽക്കാലത്ത് കേരളത്തില് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒക്കെ ഭാഗമായി വലിയ ചൂട് നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നാളിതുവരെ ഈ 6 പതിറ്റാണ്ടിലധികമായി മധ്യവേനൽ
ഇസ്ലാമിക മത മൗലികവാദികളുടെ വലിയ പ്രയാസമാണ്. ആ പ്രയാസം മറികടക്കുന്നതിനായിട്ട് ആസൂത്രിതമായിട്ട് അവർ കൊണ്ടുവന്ന ഒരു കാര്യമാണ് മധ്യവേനൽ അവധി റീഷെഡ്യൂൾ ചെയ്ത് മഴക്കാലത്തേക്ക് നമ്മളുടെ അവധിക്കാലത്തെ മാറ്റാൻ. പ്രഥമ അധ്യാപകരുടെ ആ ചുമതല എടുത്തു മാറ്റുന്ന ഒരു സർക്കുലർ ഇറങ്ങുകയുണ്ടായി. BDO എന്നുള്ള പദവി എടുത്തു മാറ്റുന്ന ഒരു സർക്കുലർ. പ്രഥമാധ്യാപകരുടെ സർക്കുലർ BDO എന്ന പദവി എടുത്തു മാറ്റുമ്പോൾ അതിനെ ബുദ്ധിമുട്ടുന്നത് ഓരോ അതുപോലെ മറ്റ് അലവൻസുകൾ പ്രധാന അധ്യാപകർ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം AEO, DEO, RTD അല്ലെങ്കിൽ JD തലങ്ങളിലേക്ക് അവരുടെ കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നാണ് അതിനർത്ഥം. അത്രമാത്രം നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സംസ്ഥാന സർക്കാർ യഥാർത്ഥത്തിൽ കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ അധ്യാപകരോട് മാത്രമല്ല നീതികേട് കാണിക്കുന്നത്. ഓരോ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങൾ ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അറിയാം. മെക്കാളയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഭാരതത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് അതേപടി പകർത്തിയൊരു സംസ്ഥാനമാണ് കേരളം. അതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെക്കാളയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മളെല്ലാം ഭാരതീയ മൂല്യങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് പകരം വിദേശികളെ പറ്റി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഭാരതത്തിലെ നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിച്ചവരെ പറ്റി പറഞ്ഞു തരാറുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കമ്മ്യൂണിസം കൂടി കലർത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം, അതാണ് ഇന്ന് കുട്ടികളുടെ ഓരോ ക്ലാസ്സുകളിലെയും പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുന്ന പാഠഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ചെറിയ ക്ലാസ്സുകളിൽ പോലും 2ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പോലും വർഗീയ വിഷം കുത്തിവെച്ചിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഞാൻ വിശദമായി പറയുന്നില്ല, കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന അധ്യാപകരാണ്. ആധാരമായിട്ടുള്ള ഒരു കാര്യം വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം ഒരു ഒറ്റപ്പെട്ട തുരുത്ത് മാത്രമല്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും എല്ലാ മേഖലകളെയും തുറകളെയും ഒരേപോലെ ബാധിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതത്തിൻ്റെ സംക്രമണത്തെ നിലനിർത്താൻ സാധിക്കുന്ന പരിവർത്തിതമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നതാകണം വിദ്യാഭ്യാസ രംഗത്തുള്ള ഏത് മാറ്റവും എന്നുള്ളതാണ് നാം എല്ലാ കാലത്തും സ്വീകരിക്കുന്ന സമീപനം. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റം അത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും ഒരേപോലെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം. ഇതായിരുന്നു പുതിയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുന്ന സന്ദർഭത്തിൽ രാജ്യത്തിലെ ഗവൺമെന്റിനെയും ആ നയത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള അക്കാദമിക് സമൂഹത്തിന്റെയും പൊതുവായിട്ടുള്ള ബോധം. അത് എല്ലാ വിഭാഗം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി കേന്ദ്രീകൃതമാകണം. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ പ്രയോജനമുണ്ടാകണം. അത് വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ സമൂഹം എന്നുള്ളത് നാം എല്ലാ കാലത്തും വിശ്വസിച്ചു പോരുന്ന ഒരു രീതി, വിദ്യാഭ്യാസ സമൂഹം എന്നുള്ളത് അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും അതിനപ്പുറത്ത് രക്ഷിതാക്കളും അതിനെയും അപ്പുറത്ത് ഇതിനെല്ലാം മാറുന്നുകൊണ്ട് വീക്ഷിക്കുന്ന ഒരു വലിയ അക്കാദമിക് സമൂഹവും ഇതെല്ലാം ചേർന്നുള്ള ഒരു വലിയ കൂട്ടമാണ് വിദ്യാഭ്യാസ സമൂഹം. ആ സമൂഹത്തിനാകെ ഭാവിയിലേക്കുള്ള ദിശ നിശ്ചയിക്കാൻ സാധിക്കുന്ന, അവർക്കാകെ ഒരു ദിശാബോധവും സംരക്ഷണവും പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം നൽകാൻ സാധിക്കുന്നതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റാണ് 2022 മുതൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഓരോന്നായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുക.
ആ മാറ്റങ്ങൾ പലപ്പോഴും പല ഘട്ടത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും പലർക്കും ഉണ്ടായിരിക്കാം. ആ വൈതരണികൾ അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു കാര്യം രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സർക്കാർ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ നയത്തിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റം കൊണ്ട് ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗം വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ഏതെങ്കിലും അവകാശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടാകില്ല എന്ന കാര്യം എല്ലാ കാലത്തും ഗവൺമെന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയുള്ളതാണ്. അതിലിപ്പോ പല സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലുള്ള വ്യക്തത ആദ്യമേ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അധ്യാപകരുടെ സംരക്ഷണം എന്നുള്ളത്, അധ്യാപകരുടെ ജോലി സംരക്ഷണം എന്നുള്ളത് ഒരു അധ്യാപക സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. നമ്മുടെ ജോലി സംരക്ഷിച്ചാൽ മാത്രമല്ലേ നമുക്ക് സാമൂഹിക പരിവർത്തനം തുടങ്ങാൻ സാധിക്കുന്നത്. ഉള്ള ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് ഈ നാട്ടിൽ പരിവർത്തനം ഉണ്ടാക്കാൻ ആരും ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് ഒരു അധ്യാപക സംഘടനയുടെ ആദ്യത്തെയും അവസാനത്തെയും ഉത്തരവാദിത്വം അധ്യാപക സമൂഹത്തിന്റെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആ ജോലി സ്ഥിരത നഷ്ടപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ആശങ്ക അധ്യാപക സമൂഹത്തിലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അധ്യാപക സംഘടനയുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ദേശീയ അധ്യാപക പരിഷത്ത് മുൻകൈയെടുക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ഈ കാര്യത്തിൽ തൽക്കാലത്തേക്ക് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സമീപനമല്ല നാം സ്വീകരിച്ചിട്ടുള്ളത്. സംഘടനകൾ അവരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റും ഈ കാര്യത്തിൽ അവർ സ്വീകരിച്ച നിലപാടുകൾ അധ്യാപക സമൂഹത്തിന് ഗുണകരമാണോ എന്നുള്ളത് ആ സമൂഹമാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇപ്പൊ നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നല്ലോ. കേരളത്തിലെ അധ്യാപകരുടെ വലിയ അധ്യാപക സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കണം ഇന്ന് കേരളത്തിലെ അധ്യാപക സംഘടനകൾ, കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള അധ്യാപക സംഘടനകൾ എന്ന് പറയുന്നവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അവരെ സഹായിക്കുന്ന കേരളത്തിലെ രണ്ട് മുന്നണികൾ, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള മുന്നണികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ കേട്ടക് വിഷയത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംയുക്ത പ്രളയം കേരളത്തിലെ നിയമസഭയിൽ കൊണ്ടുവരാൻ LDF-ഉം UDF-ഉം തയ്യാറായില്ല? ഈ രാജ്യത്തിലെ ഏതെല്ലാം വിഷയത്തിന് അവർ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുന്നു, ഏതെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. കേരളത്തിലെ ലക്ഷക്കണക്കിന് അധ്യാപകരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായ ഒരു സമീപനം ഉണ്ടാകണം. അതിന് കേരളത്തിലെ നിയമസഭയിൽ ഒരു സംയുക്ത പ്രമേയത്തിലൂടെ ആവശ്യപ്പെടാനും അതിന് മുൻകൈയെടുക്കാനും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും തയ്യാറാകാതിരുന്നത്? അതാണല്ലോ അവർ ചെയ്യേണ്ടത്. ആ തീരുമാനം ഉണ്ടാക്കാൻ ഇവർക്ക് ആഗ്രഹമൊന്നുമില്ലല്ലോ. അപ്പൊ അവർ പരിശ്രമിക്കുന്നത് ആളുകളുടെ കടയിൽ കുടിയിടാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യത്തിൽ നമ്മുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. കേന്ദ്ര ഗവൺമെന്റ് ആരുടെയെങ്കിലും അവകാശങ്ങൾ ഭരിക്കാൻ, ജോലി സ്ഥലം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഗവൺമെന്റല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകൾ ഉണ്ടാകുമ്പോൾ ആ ആശങ്കകൾ പരിഹരിക്കുക എന്നുള്ളത് രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങളെ ആശങ്കകൾ കറ്റാൻ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ അധ്യാപക പരിഷത്തിനോടൊപ്പം ഉണ്ടാകും, കേരളത്തിലെ അധ്യാപക സമൂഹത്തോടൊപ്പം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ അധ്യാപക സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ നേതൃത്വം കൊടുക്കാൻ സാധിക്കുക, സത്യസന്ധമായ ആത്മാർത്ഥമായ നിലപാടിലൂടെ നേതൃത്വം കൊടുക്കാൻ സാധിക്കുക ദേശീയ അധ്യാപക പരിഷത്തിനാണ്.
ഞാൻ മനസ്സിലാക്കുന്നത് NDയുടെ നേതാക്കന്മാർ ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടപ്പോൾ ഈ ആശങ്കകൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അതിനോട് ഏറ്റവും നല്ല അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ള സൂചനയാണ്. അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് അത് ആലോചിച്ച് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പക്ഷേ ഇത് കേരളത്തിലെ അധ്യാപക സമൂഹത്തിന്റെ മുമ്പിൽ ആരാണ് അധ്യാപകന്മാർക്ക് വേണ്ട നിലപാട് സ്വീകരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ ദേശീയ അധ്യാപക പരിഷത്തിന് ലഭിച്ചിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. ആ അവസരം വിനിയോഗിക്കാൻ അധ്യാപക സമൂഹത്തിന്റെ നേതൃപരമായിട്ടുള്ള പദവിയിലേക്ക് എത്താൻ ദേശീയ അധ്യാപക പരിഷത്തിന് സാധിക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക. വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുമ്പോൾ ആ മാറ്റത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് കേരളം ചെയ്യുന്നത്. എന്ത് പ്രയോജനമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാട് കൊണ്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? എന്തിനാണ് പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളോട് കേരളം മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? ഈ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഉദാഹരണമായിട്ട് കാസർഗോഡ് തൊട്ടുകിടക്കുന്ന സംസ്ഥാനമാണ് കർണാടക. കർണാടക ഭരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമല്ല. കർണാടകയിൽ കോൺഗ്രസിന്റെ ഭരണമാണ്. പക്ഷെ കർണാടകയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ അവരുടെ കോൺഗ്രസ് ഗവൺമെന്റിന് മടിയില്ലല്ലോ. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ സഹായത്തോടുകൂടി ദേശീയ വിദ്യാഭ്യാസ നയത്തെ അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. വലിയ വാദകോലാഹലങ്ങൾ ഇവിടെ തീർക്കുകയാണല്ലോ. PMC വിദ്യാലയങ്ങൾ ആരംഭിച്ചപ്പോ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ആ പദ്ധതിയെ എതിർക്കുകയാണ്. ഫണ്ട് കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോ നിർവാഹമില്ലാതെ ആ പദ്ധതിയിൽ ഒപ്പിടാൻ കേരള ഗവൺമെന്റ് തയ്യാറായി. അന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചിരുന്നത് നമ്മളെല്ലാവരും ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താ കുഴപ്പം എന്ന് അദ്ദേഹം പരസ്യമായി ചോദിച്ചിട്ടുള്ളതാണ്. പിന്നീട് വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ആ പദ്ധതിയിൽ ഗവൺമെന്റ് പുറകോട്ട് പോകുന്നു എന്ന് കത്തയച്ചത്. പക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ സെക്രട്ടറിയും ദേശീയ വിദ്യാഭ്യാസ വകുപ്പിലെ സെക്രട്ടറിമാരും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള MOU ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അത് ക്യാൻസൽ ചെയ്തിട്ടുമില്ല. ഇവിടുന്ന് കത്തയച്ചു എന്നല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് ആ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറല്ല എന്ന് രേഖാമൂലമൊന്നും ആ MOU റദ്ദ് ചെയ്യാൻ ആവശ്യമായ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ ഇതുവരെ സംസ്ഥാന സർക്കാർ തേടിയിട്ടില്ല. അത് മറ്റൊരു കാര്യം. പക്ഷേ ആ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കാൻ തയ്യാറായപ്പോ കേരളത്തിലെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള പാർട്ടികൾ എല്ലാവരും ഒരുമിച്ച് ആ പദ്ധതി കേരളത്തിൽ പാടില്ല, അത് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല, ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുകയാണ്. ഞാൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത്, കർണാടകയിൽ PMC വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ ഒരു കുഴപ്പവുമില്ലായെങ്കിൽ കർണാടകത്തിൽ PMC വിദ്യാലയങ്ങൾ ആരംഭിച്ചുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിന് ഒരു ബുദ്ധിമുട്ടുമില്ലായെങ്കിൽ VD സതീശനും കമ്പനിയും എന്തിനാണ് കേരളത്തിൽ ഈ പദ്ധതി എതിർക്കുന്നത്? എന്തിനാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷം ഈ പദ്ധതി എതിർക്കുന്നത്? എന്താണ് നിങ്ങളുടെ മോട്ടീവ്? കേരളത്തിലെ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് PMC പദ്ധതിയോടാണോ? ആണെങ്കിൽ ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ പദ്ധതി ഞങ്ങൾ പുറകോട്ട് പോകുന്നു എന്ന് പറയാൻ VD സതീശനും കോൺഗ്രസും തയ്യാറാകുമോ? ഇല്ലല്ലോ. നാഴികക്ക് 40 വട്ടം നരേന്ദ്രമോദി ഗവൺമെന്റിനെ വിമർശിക്കുന്ന പശ്ചിമ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും സംസ്ഥാന സർക്കാരുകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങളുമായി മുമ്പോട്ട് പോവുകയാണല്ലോ. ആകെ തമിഴ്നാട് ഗവൺമെന്റ് ഉയർത്തിയിട്ടുള്ള എതിർപ്പ്
ഞങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഹിന്ദി പഠിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞപ്പോ കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിച്ചുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസത്തെ നടപ്പിലാക്കുകയാണല്ലോ. പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് നഖശികാൽ വിമർശിക്കുന്ന ഗവൺമെന്റില് ആ ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസത്തെ നടപ്പിലാക്കാൻ തയ്യാറാണ്. ആ സർക്കാരുകൾക്കൊന്നുമില്ലാത്ത വിരോധം ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിനെ നാഴികക്ക് 40 വട്ടം വിമർശിക്കുകയും മോദി ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ഓരോ ശ്വാസത്തിലും പറയുന്ന പ്രതിപക്ഷ ഗവൺമെന്റുകൾ, അവരെല്ലാവരും ദേശീയ വിദ്യാഭ്യാസ നയത്തെ അനുകൂലിക്കാനും നടപ്പിലാക്കാനും തയ്യാറാകുമ്പോൾ ഈ നയം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് വാശി പിടിക്കുന്നത് അതിന്റെ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം കേരളത്തിലെ വിദ്യാർത്ഥികളോട് പറയാൻ, അധ്യാപകരോട് പറയാൻ, വിദ്യാഭ്യാസ സമൂഹത്തോട് പറയാൻ ഈ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ബാധ്യതയില്ലേ? നിങ്ങൾ പറയേണ്ടതാണ്. രാജ്യത്തിലെ സർവകലാശാലകൾ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കേരളത്തിലുണ്ടല്ലോ. ഇപ്പൊ PMC പദ്ധതിയിൽ ഒപ്പിട്ടപ്പോ വലിയ വകുപ്പിന്റെ കീഴിലാണ് തൃശ്ശൂരിലെ കാർഷിക സർവകലാശാല. തൃശ്ശൂരിലെ അധ്യാപക സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ തൃശ്ശൂർ കാർഷിക സർവകലാശാല പോയി അന്വേഷിച്ച് നോക്കും. UGCയുടെ എല്ലാ നോംസും പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ രാജ്യത്ത് സർവകലാശാല രംഗത്ത് നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങളും ബന്ധമായി UGC അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ നോംസും അക്കമിട്ട് കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്നതാണ്. കാർഷിക സർവകലാശാലയിലെ വിദ്യാഭ്യാസ പരിഷ്കാരത്തോട് എന്റെ CPIക്ക് തൃപ്തിയല്ലോ. കേരള സർവകലാശാലയിലും മഹാത്മാഗാന്ധി സർവകലാശാലയിലും കോഴിക്കോട് സർവകലാശാലയിലും ഒക്കെ ഈ നടപ്പിലാക്കുന്നുണ്ടല്ലോ. അപ്പൊ കേരളത്തിലെ സ്കൂൾ വിദ്യാലയങ്ങൾ മാത്രം നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതാണോ ഇവിടെ സമീപനം? കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് മത്സരാധിഷ്ഠിതമായ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ അതിന് സഹായകരമായ വിദ്യാഭ്യാസ മേഖലയെ ഇന്ന് നിയന്ത്രിക്കുന്നത് സംഘടിതമായിട്ടുള്ള മതസമൂഹമാണ്. ആ മതസമൂഹത്തിന്റെ തിട്ടൂരങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിലെ പ്രതിപക്ഷവും. നിങ്ങളൊന്ന് ആലോചിച്ച്, കഴിഞ്ഞ ഒരു 3-4 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് ഈ സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ പരിഷ്കാരങ്ങളും എന്തിനാണ് സർക്കാർ പിൻവലിക്കുന്നത്? പ്രഖ്യാപിച്ച് 2-3 ആഴ്ച കഴിയുമ്പോൾ ഈ സർക്കാർ പിൻവലിക്കുകയാണല്ലോ. ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ അത്തരം തീരുമാനമെടുത്തത്. അപ്പോ സ്കൂൾ സമയക്രമം മാറ്റിയപ്പോ കേരളത്തിലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സംഘടനകൾ അതിനെടുത്തോ? ആ ചോദ്യത്തിന് ഈ ഗവൺമെന്റ് പറയണേ. ആ തീരുമാനം പിൻവലിച്ചല്ലോ. വെള്ളിയാഴ്ചകളിൽ ഉച്ചസമയത്തെ അതിന്റെ വിശ്രമ സമയം കുറക്കണം നിർദ്ദേശം വന്നു. ആരാണ് നിർദ്ദേശിച്ചത്? ഈ ഗവൺമെന്റാണ് നിർദ്ദേശിച്ചത്. പക്ഷേ സമസ്ത എന്ന് പറഞ്ഞൊരു സംഘടന പറഞ്ഞു 12 ലക്ഷത്തിലേറെ വരുന്ന മദ്രസ വിദ്യാർത്ഥികളെ അത് ബാധിക്കും. എങ്ങനെ ബാധിക്കും? എന്ത് ശാസ്ത്രീയതയാണുള്ളത്? ആ ബാധിക്കുമെന്നുള്ള ഒരു പ്രസ്താവനയിൽ ആ തീരുമാനം എങ്ങനെയാണ് ഈ സർക്കാർ മാറ്റിയത്? കഴിഞ്ഞ 4-5 വർഷമായി ഒരു ഡസനിലേറെ ഉത്തരവുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഈ സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ 12ഓളം മാറ്റങ്ങൾ. ആ മാറ്റങ്ങളെല്ലാം ഏകപക്ഷീയമായി ഈ സർക്കാർ പിൻവലിച്ചത് കേരളത്തിലെ മുസ്ലിം സാമുദായിക നേതൃത്വത്തിന്റെ തിട്ടൂരത്തിന് വഴങ്ങിയാണ്. മുസ്ലിം മതസംഘടനകളുടെ നിർബന്ധത്തിനും തിട്ടൂരത്തിനും വഴങ്ങിയാണ്. എങ്ങനെയാണ് പരിഷ്കൃത സമൂഹത്തിന് ഇത് യോജിക്കാൻ സാധിക്കുക? നാളെ വിദ്യാഭ്യാസ രംഗത്തിന് മാറ്റം കൊണ്ടുവരുമ്പോ അതിന് മറ്റേതെങ്കിലും മത സാമുദായിക സംഘടനകൾ എതിർക്കാൻ തയ്യാറായാൽ അതിന്റെ പുറകെ പോകാൻ സാധിക്കും. അപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഈ മത സാമുദായിക സംഘടനകളെ വലിയ
അധിനിവേശം ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും മുസ്ലിം സംഘടനകൾ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ആ പരിശ്രമത്തിന് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും കൂട്ടുനിൽക്കുകയാണ്. അതിനുവേണ്ടി ബലികഴിക്കപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. അതിനുവേണ്ടി ബലികഴിക്കപ്പെടുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തിന്റെ പരിഷ്കാര ശ്രമങ്ങളെയാണ്. ഏറ്റവും ഉത്തമമായ ഉദാത്തമായ വിദ്യാഭ്യാസ പരിഷ്കാരമുണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികളും പരിഷ്കാരങ്ങളും ഉണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ ആ നാട്ടിൽ എല്ലാ തരത്തിലുമുള്ള ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെയും കേന്ദ്രമായി കേരളം മാറുന്നു. കേരളം മാറുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാലയങ്ങൾ മാറുന്നു, കേരളത്തിലെ സർവകലാശാലകൾ മാറുന്നു. കേരളത്തിലെ എല്ലാ സർവകലാശാലകളും അർബൻ നക്സലൈറ്റുകൾ ഇത് വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നു. അതിന് ചുവട് പിടിച്ചുകൊണ്ട് വിദ്യാലയങ്ങളിൽ അതിന്റെ സ്വാധീനം ഉണ്ടാകുന്നു, വിദ്യാർത്ഥികളിൽ അതിന്റെ സ്വാധീനം ഉണ്ടാകുന്നു, അധ്യാപകരിൽ അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ അതിന്റെ സ്വാധീനം ഉണ്ടാകുന്നു. ഇതൊരു അപകടമാണ്. ആ അപകടത്തെ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ദേശീയ അധ്യാപക പരിഷത്തിന്റെ പ്രവർത്തകന്മാരെന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും വലിയ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ കേരളം നമുക്ക് വലിയ വെല്ലുവിളിയും ഭീഷണിയുമായിട്ട് മാറും നമ്മുടെ ദേശീയ സമൂഹം. കട്ടിംഗ് സൗത്ത് എന്നുള്ള മുദ്രാവാക്യമൊക്കെ അങ്ങനെ സാമ്പത്തികവശാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃതി, അതുപോലെ നമ്മുടെ ധർമ്മ, ഇതൊക്കെ എങ്ങനെ നമ്മുടെ വീണ്ടും തലമുറയ്ക്ക് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കാമെന്ന് കൂടി നമ്മൾ അധ്യാപനത്തിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടി നമ്മൾ വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് പോലും നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കാതെ, നമ്മുടെ രാഷ്ട്രത്തെ വളർത്താതെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കാത്ത, നമ്മുടെ ഗുരുജനങ്ങളെ ബഹുമാനിക്കാത്ത ഒരു തലമുറ ഉണ്ടായിട്ടില്ല കാര്യം. അപ്പോൾ അതിന് കൂടി നമ്മൾ മാറ്റിയെടുക്കാനുള്ള ഒരു പ്രതിജ്ഞ എങ്ങനെയാണ് നമ്മുടെ ഒരു തലമുറ, നമ്മുടെ കുട്ടികൾ രാഷ്ട്രപ്രേമത്തോടുകൂടി, രാഷ്ട്രഭക്തിയോടുകൂടി, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, ഗുരുജനങ്ങളെ വന്ദിക്കുന്ന ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. എന്നാൽ മാത്രമേ അതിന് സമഗ്രമായ ഒരു മാറ്റം വിദ്യാഭ്യാസത്തിൽ ഉണ്ടായെന്ന് പറയാൻ സാധിക്കും. ഈ 47ാമത് രാജ്യസമ്മേളനം ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ തീർച്ചയായിട്ടും വളരെയധികം ചാർജ് വളരെയധികം ബഹുമാനമുണ്ട്. ഒരു തീർച്ചയായിട്ടും ഞാൻ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. കാരണം ഈ സംഘടന എന്ന് പറയുന്നത് ഒരു ഗുരുജനങ്ങളുടെ സംഘടനയാണ്. ഈ ഗുരുജനങ്ങളുടെ സംഘടനയുടെ അതിൻ്റെ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ആവുന്ന തീർച്ചയായിട്ടും ഒരു ഭാഗ്യം തന്നെയാണ്. അത്തരം ഒരു സംഘടനയുടെ തൊഴിൽ എടുത്തതിന് ശേഷം ആ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപകർക്ക് അവരുടെ ജീവിതാന്ത്യം വരെയും സമൂഹത്തിനിടയിൽ ഒരു മാന്യത ലഭിക്കുന്നുണ്ട്. മറ്റുള്ള വിഭാഗങ്ങളൊന്നും ലഭിക്കാത്ത ഒരു ബഹുമതിയാണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ദേശീയ വീക്ഷണമുള്ള അധ്യാപകർ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ആദരിക്കുന്ന രീതിയിലേക്ക് മാറും. ഒരു കാലത്ത് ലോകത്തിന്റെ ഗുരുസ്ഥാനത്ത് ഭാരതമായിരുന്നു. ഇവിടുത്തെ സംസ്കാരത്തിന്റെ വൈശിഷ്ട്യം കൊണ്ടാണ് ഭാരതത്തെ ഗുരുസ്ഥാനത്ത് എല്ലാവരും അംഗീകരിച്ചത്. ഗുരുവിനുള്ള പ്രാധാന്യം അതാണെങ്കിൽ ദേശീയ വീക്ഷണമുള്ള എന്നുള്ള ആ ശബ്ദം ആധുനിക കാലഘട്ടത്തിന് പ്രസക്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ദേശീയ വീക്ഷണത്തോടുള്ള ഒരു ഗുരുനാഥനെ ഈ ആധുനിക കാലഘട്ടത്തിൽ, പണ്ട് കാലത്തൊക്കെ എല്ലാവരും വീക്ഷണം ഉണ്ടായിരുന്നത്, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ദേശീയ വീക്ഷണമുള്ള അധ്യാപകൻ എന്ന് പറയുമ്പോൾ ആ അധ്യാപകന് ഒരു മാന്യത വർദ്ധിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ ഗുരുസ്ഥാനത്ത് ഭാരതം വരുമ്പോൾ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു ഗുരുസ്ഥാനത്ത് വ്യക്തികളുണ്ടാകുമല്ലോ. രാഷ്ട്രങ്ങൾക്ക് ഗുരുസ്ഥാനത്ത് ഭാരതം നിൽക്കുമ്പോൾ വ്യക്തികളായിട്ടുള്ള മറ്റു രാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക് ഗുരുസ്ഥാനത്ത് നിൽക്കാനുള്ള
അതിനുള്ള ചിന്താധാര ഉണ്ടാകേണ്ടത് ഭാരതീയരായ ഓരോ പൗരനും. ദേശീയ ആഘോഷത്തിൻ്റെ 47ാം സംസ്ഥാന സമ്മേളനം വളരെ പ്രശസ്തമായ ഒരു സമയത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. കാരണം കേരളത്തിലെ അധ്യാപക സമൂഹമുള്ള ഇന്ന് അധ്യാപക കൂട്ടായ്മയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അധ്യാപകർ ശക്തമായി സംഘടിക്കേണ്ട ഒരു സമയമാണത്, ഒരു തിരിച്ചറിഞ്ഞൊരു സമയമാണ്. അതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. വെറുതെ സംഘടിച്ചാൽ പോരാ. എങ്ങനെയാണ് ശക്തമായി സംഘടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെക് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കേരളത്തിലെ അധ്യാപക സംഘടനകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ദേശീയ തലത്തിൽ അംഗീകാരമുള്ള അധ്യാപക സംഘടനകൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ അംഗീകാരമുള്ള അധ്യാപക സംഘടനകളുടെ പ്രാധാന്യം ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട വിഷയമാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഏക അധ്യാപക സംഘടന എന്നുള്ള രീതിയിൽ ദേശീയ അധ്യാപക വർഷത്തിന് ഏറെ കാര്യങ്ങൾ മുന്നോടിയായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങൾ ഒരു ദേശീയ അധ്യാപക സംഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മുഴുവൻ അധ്യാപകരിലേക്ക് സന്ദേശം എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു വർഷങ്ങളിൽ ആ അധ്യാപക സംഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആ അധ്യാപക സംഘടനയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള ശക്തമായ പരിശ്രമം. City Gold, Gold and Diamonds, Kerala and Karnataka.